സ്വകാര്യ ലോബിയെ സഹായിക്കാൻ കെഎസ്ആർടിസിയുടെ വോൾവോ ബസ്സുകളിൽ ഓയിലിന് പകരം സോപ്പ് ലായനി ഒഴിച്ച് തകരാറിലാക്കിയ സംഭവം പുറത്തുകൊണ്ടുവന്നവർക്കെതിരെ പ്രതികാര നടപടിയെന്ന് പരാതി. 2012-ൽ നടന്ന സംഭവത്തിൽ മുൻ എംഡി അടക്കം 10 പേർക്കെതിരെ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. അതേസമയം കോടതിയെ സമീപിച്ച ജീവനക്കാരെ ഡ്യൂട്ടി നൽകാതെയും മറ്റും പീഡിപ്പിക്കുന്നതായാണ് പരാതി. ബംഗളൂരു സർവീസ് നടത്തിയിരുന്ന വോൾവോ ബസ്സുകളുടെ എഞ്ചിനാണ് 2012-ൽ തമ്പാനൂർ ഡിപ്പോയിൽ സോപ്പ് ലായനി ഒഴിച്ച് തകരാറിലാക്കിയത്. എഞ്ചിൻ ഓയിലിന് പകരം ലായനി ഒഴിച്ചത് ജീവനക്കാർക്കിടയിൽ പാട്ടായെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. 2013-ൽ തമ്പാനൂരിൽ വെഹിക്കിൾ സൂപ്പർവൈസറായി എത്തിയ ജൂഡ് ജോസഫ് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഇപ്പോൾ വിതുരയിൽ ജോലി ചെയ്യുന്ന ജൂഡും വിഴിഞ്ഞം ഡിപ്പോയിലെ ഡ്രൈവർ വി.വൈ. ശ്രീകുമാറും വിജിലൻസ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻ എം.ഡി. ആന്റണി ചാക്കോ അടക്കം 10 പേർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. ഇതനുസരിച്ച് വിജിലൻസ് പൂജപ്പുര യൂണിറ്റ് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്. ബംഗളൂരു സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളിൽ നിന്ന് പണം വാങ്ങിയാണ് ബസ്സുകൾ തകരാറിലാക്കിയതെന്നാണ് പരാതിയെന്ന് വാദിഭാഗം അഭിഭാഷകൻ ക്ലാരൻസ് മിരാൻഡ പറഞ്ഞു. പ്രൈവറ്റ് സർവീസിന് കൂട്ടുവെക്കുന്നതിന് വേണ്ടി അവരുടെ നിന്ന് വൻ തുകകളാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് മേലുദ്യോഗസ്ഥന്മാർ പഴയ എം.ഡി. ആന്റണി ചാക്കോ ഉൾപ്പെടെയുള്ള മുതിർന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരും ട്രാൻസ്പോർട്ട് ഓഫീസർമാർ വിജിലൻസിൽ ജോലി ചെയ്യുന്നവർ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വൻ തുകകൾ വാങ്ങിച്ചിട്ട് ഈ 2 ബസ്സിനെ ഇല്ലാതാക്കുന്നത്. പരാതിക്കാരെ പല വിധത്തിലും ദ്രോഹിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ 6 മാസമായി ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണെന്ന് ജൂഡ് ജോസഫ് പറയുന്നു. ഇതടക്കം നിരവധി ക്രമക്കേടുകളാണ് കെഎസ്ആർടിസിയിൽ നടക്കുന്നത്. എം.ഡിക്ക് കൊടുക്കുന്ന പരാതികൾ സെക്ഷനിലോട്ട് പോകുന്നതല്ലാതെ ഈ പരാതി കുറിച്ചൊരു അന്വേഷണം, സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്ന ഒരു നിലപാട് കെഎസ്ആർടിസിയിൽ ഇല്ല. അതാണ് ഈ കെഎസ്ആർടിസി ഇന്ന് ഇത്രത്തോളം ഒരു അധംപതിച്ച് കിടക്കുന്നതിന് പ്രധാന കാരണം. ഈ അഴിമതികൾക്ക് കെഎസ്ആർടിസിയിലെ വിജിലൻസ് വിഭാഗം ചെക്കർമാർ തന്നെയാണ് കൂട്ടുനിൽക്കുന്നതെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തകരാറിലാക്കിയ ബസ്സുകളിലൊന്ന് 9 ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും കാര്യക്ഷമമല്ല. മറ്റൊരു ബസ് പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ്. 1 കോടിയോളം രൂപ മുടക്കി കെഎസ്ആർടിസി വാങ്ങിയ ഈ വോൾവോ ബസ്സുകൾ 2021 വരെ പെർമിറ്റുള്ളവയാണ്. പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18, തിരുവനന്തപുരം.